ഓരോരുത്തരൊക്കെ ഇട്ടേച്ച് പോയിട്ടുള്ള കുറേ ജീവനുകളാണ് കേട്ടോ ഈ ഒരു ഹോമിലുള്ളത്. ഇവരോടൊക്കെ സംസാരിക്കണമെന്നും വിശേഷം തിരക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പറയുന്ന സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ എനിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയത് തന്നെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞങ്ങൾക്ക് വേണ്ടി ഇവർ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടോ. അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ബ്ലെസ്ഡായിട്ട് ഫീൽ ചെയ്തു. ഇങ്ങനെ ഒരുപാട് അച്ഛനമ്മമാർ, ഇവിടെ ഈ ഭാഗത്ത് അമ്മമാരാണ്, അച്ഛന്മാർ കുറവാണ്, അപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ അവരെ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളും ഫുഡ് കഴിക്കാനിരുന്നു. ആ സമയം മുതൽ ആര്യൻ കരച്ചിൽ തുടങ്ങിയതാണ്. എന്തായാലും ആര്യൻകുട്ടനെ സിസ്റ്റർമാരങ്ങ് ഏറ്റെടുത്തു. അങ്ങനെ അവരുമായിട്ട് കളിയും ചിരിയുമായിരുന്നു കുറേ നേരം അവന്. ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ, ഇവിടുത്തെ ഹോമിന് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തേയില, കോഴിമുട്ട, അരിപ്പൊടി, താറാവ് മുട്ട മുതലായൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ആമിക്കുട്ടി വരാലിനെ കാണണമെന്നും പറഞ്ഞ് പോയി മീൻകുളത്തിലൊക്കെ തപ്പുന്ന കണ്ടു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം ഇവരുടെ കൂടെയൊക്കെ ആഘോഷിക്കാൻ പറ്റിയതിലും ഇങ്ങനൊരു യാത്ര വരാൻ പറ്റിയതിലും ഒക്കെ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ഇതുപോലുള്ള നല്ല നല്ല നിമിഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ കൂടെ തന്നെ ആഘോഷിക്കാനും ഉള്ള അവസരങ്ങൾ ദൈവം തരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബർത്ത്ഡേ ബോയ്ക്ക് വീണ്ടും ഒരു മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിക്കുന്നു. താങ്ക്